ബംഗളൂരുവിലെ IT കമ്പനി എക്സാലോജിക്കിന് പൂട്ടിട്ടതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് വീണ വിജയൻ കരുതിയത്. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല, തുടക്കം മാത്രമാണ്. കഴിഞ്ഞ ദിവസം ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ വീണയുടെ നെഞ്ചിൽ തീയാളുകയായിരുന്നു. അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടക്കുമോ എന്ന്. എന്നാൽ അറസ്റ്റ് ഉണ്ടായില്ല. എന്നാൽ അതിനേക്കാൾ വലിയ അടിയാണ് വീണയ്ക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് വീണയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ്. ഇപ്പോഴും പൂർണ്ണമായി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. എന്ത് തരം സേവനമാണ് കർത്തയുടെ കമ്പനിക്ക് വീണ ചെയ്തു കൊടുത്തത്? അതിൻ്റെ രേഖകൾ കൃത്യമായി ഹാജരാക്കാൻ വീണയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന്. ഇതോടുകൂടി വീണ്ടും വീണ വിജയൻ ചിലതൊക്കെ ഭയക്കുകയാണ്. ഏകദേശം എല്ലാ തെളിവുകളും ഇട്ട് തന്നെ പൂട്ടാനുള്ള ഒരു നീക്കമാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പയറ്റുന്നത്? ആ ഒരു ഭീതിയിലേക്കാണ് വീണ വിജയൻ എത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഒരു മാസ്ക് വെച്ചുകൊണ്ടായിരുന്നു ED ഓഫീസിലേക്ക് എത്തുന്നതും തിരിച്ച് പോകുന്നതുമൊക്കെ. മാധ്യമങ്ങൾ ചുറ്റും വളഞ്ഞപ്പോഴും നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും ഒരക്ഷരം പോലും പ്രതികരിക്കാതെ, മാധ്യമങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് തടി തപ്പാനുള്ള, ഓടി രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു വീണ വിജയനിൽ. ഇവിടെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ കൃത്യമായ മറുപടി കിട്ടുന്നതുവരെ ഞങ്ങൾ വീണയെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ് ED സ്വീകരിച്ചിരിക്കുന്നത്. വീണ വിജയന് കേരളത്തിൽ നിന്നാണോ പണി തുടങ്ങിയത്? അല്ല, അങ്ങ് ബംഗളൂരുവിൽ നിന്ന് തുടങ്ങിയ പണിയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം എക്സാലോജിക് എന്ന കമ്പനിയാണ്. ED ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടത് എക്സാലോജിക്കിൻ്റെ എല്ലാ ഇടപാടുകളെ കുറിച്ചുമാണ്. വീണ വിജയൻ വിവാദം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു എക്സാലോജിക് എന്ന കമ്പനിക്ക് പൂട്ടിട്ടത്. എന്നാൽ പൂട്ടിട്ടത് കൊണ്ടും രക്ഷയില്ല. അവിടെ നിന്നുള്ള എല്ലാ തെളിവുകളും മാന്തി പുറത്തിടാൻ തന്നെയാണ് അങ്ങ് ബംഗളൂരുവിലെ ED സംഘം തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ചില നിർണായക തെളിവെടുപ്പുകൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകൾ ബംഗളൂരുവിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. വീണ വിജയൻ പൊടുന്നനെ ഒരു IT കമ്പനിയുടെ ഉടമയാകുന്നു. പിണറായി വിജയൻ പറഞ്ഞത് ആ IT കമ്പനി തുടങ്ങാനുള്ള പണം മകൾക്ക് കൊടുത്തത് അവളുടെ അമ്മയാണ്, കമലയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞ നിലപാടായിരുന്നു ഇത്. എന്നാൽ വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ വിവാദത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു കമ്പനിക്ക് എന്തിനായിരുന്നു ധൃതി വെച്ച് വീണ വിജയൻ പൂട്ടിട്ടത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മടിയിൽ കനമില്ലെങ്കിൽ, ഭയക്കാനൊന്നുമില്ലെങ്കിൽ ഈ അന്വേഷണം മുൻപോട്ട് പോകട്ടെ. ആ കമ്പനിക്ക് പൂട്ടിടാതെ അതിനെ ഇപ്പോഴും സജീവമായി നിലനിർത്താമായിരുന്നു. കേസിന്റെ ഒരു അവസാനം കണ്ടതിന് ശേഷം മതിയായിരുന്നല്ലോ അതിന് പൂട്ടിടുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ എല്ലാം അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, പൂട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നായിരിക്കാം കരുതിയതും കണക്ക് കൂട്ടിയതും. എന്നാൽ അവിടെയാണ് പിഴച്ചത്. പെട്ടെന്ന് പൊടുന്നനെ ആ കമ്പനിക്ക് ഷട്ടർ ഇട്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിൽ വലിയ സംശയം ജനിപ്പിച്ചിരിക്കുകയാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസ് മാത്രമല്ല, മറ്റൊരുപാട് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴുള്ളത്. കേരളവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അങ്ങ് ബംഗളൂരുവിലും കർണാടകയിലും ഒക്കെ ആയിട്ട് എക്സാലോജിക് എന്ന കമ്പനിയുടെ മറവിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിക്കാനുള്ള നീക്കത്തിലേക്കും ED കടക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രധാനമായും അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ വീണ വിജയനിലും എക്സാലോജിക് എന്ന കമ്പനിയിലും ഫോക്കസ് ചെയ്തായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. പിന്നീട് ഇതിലേക്ക് ED വരുമ്പോഴാണ് ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് CPMകാർ ഇതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ എത്രയോ തവണ ബംഗളൂരു കേന്ദ്രീകരിച്ച് SFIO കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് ചില രേഖകളൊക്കെ അങ്ങ് തേഞ്ഞുമാഞ്ഞു പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. അതെവിടേക്കാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും ED കടന്നേക്കും. എക്സാലോജിക് എന്ന കമ്പനി മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മാത്രം കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതമായതാണോ? അല്ല. ഇതിനു മുൻപ് തന്നെ എക്സാലോജിക് എന്ന കമ്പനിയെ കേരളത്തിലെ പലർക്കും കേട്ടുകേൾവിയുള്ളതാണ്. എങ്ങനെയാണെന്നല്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ എല്ലാം വാലറ്റത്ത് എക്സാലോജിക് എന്ന കമ്പനി ഉണ്ടായിരുന്നു. ഒരു വേള വലിയൊരു വിമർശനം പിണറായിക്ക് നേരെ ഉയർന്നത്, അതായത് വലിയൊരു ആരോപണം വന്നത് മകളെ കൊണ്ട് പിണറായി ഒരു തട്ടിക്കൂട്ട് കമ്പനി തയ്യാറാക്കിപ്പിച്ചത് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് എന്നായിരുന്നു.
കാരണം ആ തരത്തിലേക്ക് വരെ സംശയങ്ങൾ പലതവണ പോയിരുന്നു. സ്പ്രിംഗ്ലർ എന്ന കരാറുമായി ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോഴും എക്സാലോജിക് എന്ന കമ്പനി വിവാദത്തിൽപ്പെട്ടതാണ്. അതുകൂടാതെ AI ക്യാമറകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും എക്സാലോജിക് എന്ന കമ്പനിയുടെ പേര് ഉയർന്നു കേട്ടു. ഇതുകൂടാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധമുള്ള മറ്റ് കമ്പനികൾക്ക്, അതായത് വീണയുടെ അടുപ്പക്കാരായിട്ടുള്ള ചില ആൾക്കാരുടെ കമ്പനികൾക്ക് സർക്കാരിൻ്റെ പല പദ്ധതികളും ഒഴുകി. ഇതെല്ലാം വലിയ അഴിമതിക്ക് കോപ്പ് കൂട്ടുന്നതായിരുന്നു എന്നുള്ള വലിയ വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ പിണറായി വിജയൻ അതിനെയെല്ലാം നേരിട്ടത് എൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. മകളെയും മകനെയും ഒക്കെ വേട്ടയാടുന്നു, എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എൻ്റെ മക്കളെ വേട്ടയാടുന്നു എന്നൊക്കെയുള്ള പൂങ്കണ്ണീര് പൊഴിച്ച് അതിനെയൊക്കെ കവറപ്പ് ചെയ്യുകയായിരുന്നു. പിന്നെ എന്തിനും ഏതിനും പാർട്ടി ഉണ്ടായിരുന്നല്ലോ. പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെ എന്തെങ്കിലും ഒരു വിവാദം വന്നാൽ ഉടനെ വെക്കടാ വെടിയെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ച് നിൽക്കാൻ ഇവിടെ CPMകാരുണ്ടായിരുന്നു. എന്നാൽ ഇതിലെ വസ്തുത എന്താണ്? ഇതിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ വിവാദങ്ങൾ പുകഞ്ഞു പുറത്തേക്ക് വന്നതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ടെൻഡർ പോലും വിളിക്കാതെ വീണയുടെ അടുപ്പക്കാരുടെ കമ്പനികളിലേക്കൊക്കെ എത്രയെത്ര കരാറുകൾ പോയിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഒന്നാം തരം കമ്പനികൾ ഉള്ളപ്പോഴാണ് അങ്ങ് ബംഗളൂരു കേന്ദ്രീകരിച്ച കമ്പനികളിലേക്കൊക്കെ കരാറുകൾ, സർക്കാരിന്റെ കരാറുകൾ പോയത്. ഇതെല്ലാം അന്ന് തന്നെ വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചതാണ്. പിന്നെ അക്കാലത്ത് ഇവിടെ ഒരു നല്ല ബെസ്റ്റ് പ്രതിപക്ഷമായിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ പോയതും. നമുക്കറിയാം, ആ സമയത്തൊക്കെ രമേശ് ചെന്നിത്തലയായിരുന്നു സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ വലിയ രീതിയിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നത്. അദ്ദേഹമായിരുന്നു സ്പ്രിംഗ്ലറും ബ്രൂവറി കരാറും ഒക്കെ അതിലെ അഴിമതികളെ കുറിച്ചൊക്കെ വ്യക്തമായി ശബ്ദമുയർത്തി രംഗത്തേക്ക് വന്നത്. സ്പ്രിംഗ്ലർ എന്ന വലിയ അഴിമതിയുടെ വാലറ്റത്ത് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി എങ്ങനെ വന്നു? കോവിഡ് കാലത്ത് ഇവിടുത്തെ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് ചോർത്തി കൊടുത്തു എന്നുള്ളതായിരുന്നു ചെന്നിത്തല ഉന്നയിച്ച വലിയ ആരോപണം. എന്നാൽ അന്ന് എന്തെല്ലാം ഗിമ്മിക്കുകളായിരുന്നു ഇവിടെ നടന്നത്. സർക്കാർ അതിനെ നേരിട്ടത് എങ്ങനെയാണ്? ഒരു ചാവേറിനെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു, ശിവശങ്കറിനെ. ഒടുക്കം ശിവശങ്കറാണ് പറഞ്ഞത് ഈ ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടത് ഞാനാണെന്ന്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ മറ്റൊരു രാജ്യത്തിലെ ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഒപ്പിട്ടത് താനാണെന്ന് CM ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി എല്ലാം സ്വന്തം തലയിലേക്ക് ഏറ്റെടുത്ത് വെച്ച് ശിവശങ്കർ പിണറായി കുടുംബത്തിന് വേണ്ടി അങ്ങ് ചാവേറാകുകയായിരുന്നു. അങ്ങനെയാണ് അത് കെട്ടടങ്ങിപ്പോയത്. ഈ കരാർ കൊടുത്തു എന്ന് പറയുന്ന കമ്പനി, അമേരിക്കൻ കമ്പനി, അമേരിക്കൻ ഭരണകൂടം തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു കമ്പനി ആയിരുന്നു എന്നുകൂടി ഓർക്കണം. ഇതിന്റെ എല്ലാം മറവിൽ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ ആരോപണങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ കൃത്യമായി ഏറ്റെടുക്കാൻ ആരോപണവുമായി രംഗത്തേക്ക് വന്നത് ചെന്നിത്തല ആയിരുന്നുവെങ്കിലും അത് കൂടുതൽ ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തുള്ള മറ്റാരും തന്നെ തയ്യാറാകാതെ അതെല്ലാം അങ്ങ് കെട്ടടങ്ങി പോകുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എക്സാലോജിക് എന്ന കമ്പനിയുടെ സകല ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് വ്യക്തമാകുന്നത്.